ചാലിയാർ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണെന്ന് സമീർ ബിൻകരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പുഴയിലിറങ്ങി പരിശോധന നടത്തുകയാണ് ഇപ്പോൾ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ. സമീർ ബിൻകരിയും വിശദാംശങ്ങളുമായി ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ആൾക്കാർ പുഴയിലൊക്കെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണോ ഈ നടക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സന്നദ്ധ പ്രവർത്തകർ പുഴ മുറിച്ചു കടക്കുന്നതാണ്. ആ പുഴയിൽ തിരച്ചിൽ നടത്തുന്നതല്ല, മറിച്ച് പുഴക്ക് അക്കരെയുള്ള വനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പരസ്പരം കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ചേർന്നുകൊണ്ട് പരസ്പരം ബന്ദിയിലാക്കി അവർ ഈ കനത്ത കുത്തൊഴുക്കുള്ള ചാലിയാർ പുഴയെ മുറിച്ചു കടന്നുകൊണ്ട് അക്കരെ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ പുഴ മുറിച്ചു കടക്കണമെങ്കിൽ ഒന്നുകിൽ ചങ്ങാടമോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ കാൽനടയായോ സന്നദ്ധ പ്രവർത്തകർ പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സന്നദ്ധ പ്രവർത്തകരും സേനയും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ചങ്ങാടത്തിനായി കാത്തിരുന്നാൽ അതിന് സമയം ഏറെ എടുക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശികമായുള്ള സന്നദ്ധ പ്രവർത്തകർ പുഴയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള, പുഴയുടെ ഒഴുക്കിനെ കുറിച്ച് കൃത്യമായി അറിവുള്ള, പുഴയുടെ ആഴത്തിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഇവർ ഈ ആഴം കുറഞ്ഞുള്ള ഭാഗത്ത് പുഴയുടെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ നിരവധി രക്ഷാപ്രവർത്തകരാണ് സമാനമായ രീതിയിൽ പുഴയുടെ അപ്പുറത്തേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പുഴയുടെ ഒരു വശത്ത് ചങ്ങാടം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങാടത്തിൽ അല്പസമയത്തിനകം തന്നെ ചങ്ങാടത്തിലും ഈ പുഴയ്ക്ക് അക്കരെ എത്തി തെരച്ചിൽ നടത്താനാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു വശത്ത് പോലീസിന്റെ ഡ്രോൺ പരിശോധനയും നടക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമായും ഏതെങ്കിലും ഇടത്തിൽ സംശയകരമായിട്ട് ഇപ്പോൾ ഈ നായ മണം പിടിച്ച് നടക്കുകയോ അതല്ലെങ്കിൽ ഈ കാക്കകൾ കൂട്ടമായി പറക്കുന്നൊക്കെ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരങ്ങളിലാണ് പ്രധാനമായും എന്തെങ്കിലുമൊക്കെ ദേഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സംശയം പോലീസിന് വരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഡ്രോൺ പരിശോധന ഇങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നിലവിൽ പോലീസ് സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം. അതോടൊപ്പം തന്നെ ഈ നിലവിൽ പുഴയിൽ വെള്ളം നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മണൽത്തിട്ട രൂപപ്പെട്ട് വരുന്നുണ്ട്. ഈ മണൽത്തിട്ടയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മൃതദേഹവും ശരീരഭാഗവും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം മണൽത്തിട്ട കേന്ദ്രീകരിച്ചും പുഴയിൽ വിപുലമായ തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് പ്രധാനമായും ഹെലികോപ്റ്റർ ഇതുവരെ ഈ നിലവിൽ തിരച്ചിലിനായി എത്തിയിട്ടില്ല. ഒരുപക്ഷെ അല്പസമയത്തിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നേവിയുടെ ഒരു ഹെലികോപ്റ്ററും പോലീസിന്റെ ഒരു ഹെലികോപ്റ്ററും ഈ ഉൾവനത്തിൽ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തകർ എത്തിക്കാനെല്ലാം തന്നെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ എത്തിക്കാനുള്ള ശ്രമം പോലീസ് കൊടിയ ഒഴുക്കിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ ഇങ്ങനെ പുഴ മുറിച്ചു കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കുറേ ദിവസമായി കാണുന്നുണ്ട്. ശരിയാണ്, അത് അവിടുത്തുകാരാണ്, അവർക്ക് അറിയാം എന്നൊക്കെ പറയുമ്പോൾ പോലും കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി റിസ്ക് കുറവുള്ള സംവിധാനങ്ങൾ നിലവിൽ ആ മേഖലയിലൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങോട്ടൊക്കെ വരാവുന്നതുമാണ്. സമീർ, ഹാഷ്മി, നിലവിൽ പുഴ മുറിച്ചു കടക്കാൻ ഫയർഫോഴ്സിന്റെ ബോട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷേ ഇവിടെ ആഴം കുറവായതിനാൽ ഫയർഫോഴ്സിന്റെ ഈ ബോട്ടിന്റെ ഈ മെഷീന് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിന്റെ മെഷീൻ ഉപയോഗിച്ചുള്ള ബോട്ട് വഴി മുറിച്ചു കടക്കൽ അസാധ്യമാണ് എന്നുള്ളതാണ് അങ്ങോട്ട് പോയി രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ നമ്മളുമായി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ തുഴഞ്ഞു പോകുക എന്നുള്ളത് പ്രയാസമാണ്. കാരണം കനത്ത കുത്തൊഴുക്കുള്ളതുകൊണ്ട് തുഴച്ചിലും ബുദ്ധിമുട്ടാണ് നിലവിൽ. അതുകൊണ്ടാണ് വർഷങ്ങളായി ഇവിടെ ചങ്ങാടം ഉപയോഗിച്ച് ആദിവാസി കുടുംബങ്ങൾ അങ്ങോട്ട് കടക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായി അവർ ഈ പുഴ നിലവിൽ ആ ചങ്ങാടം തുഴയാൻ ഇവർക്ക് മാത്രമാണ് നിലവിൽ കഴിയുന്നത്. അതുകൊണ്ട് കൂടിയാണ് നിലവിൽ ഈ നടന്നുള്ള രീതിയും അതോടൊപ്പം തന്നെ ഈ ചങ്ങാടം ഉപയോഗിച്ചുള്ള രീതിയും നിലവിൽ തുടരാനുള്ള കാരണം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വരും. അതോടൊപ്പം തന്നെ ഈ ആദിവാസി കുടുംബങ്ങളുടെ ഈ ഒരു സഹായം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ചങ്ങാടം വഴി മൃതദേഹം എത്തിക്കാൻ ആദിവാസി കുടുംബങ്ങളുടെ സഹകരണം മാത്രമാണ് നിലവിലൊരു ആശ്രയം. കാരണം ആ ചങ്ങാടം തുഴയാൻ ഇവർക്ക് മാത്രമാണ് നിലവിൽ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തകർ മറുകരയിൽ എത്തിയിരിക്കുന്നു. കൂടുതൽ പേർ ഒരുപക്ഷെ അല്പസമയത്തേക്ക് അങ്ങോട്ട് കടക്കുമെന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരൊരിക്കലും സ്വയം പോകുന്നതല്ല, മറിച്ച് പോലീസിന്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കൃത്യമായി പുഴയെക്കുറിച്ച് അറിയാവുന്നവരെ മാത്രം സെലക്ട് ചെയ്ത് അവർ മാത്രമാണ് നിലവിൽ പുഴയുടെ അക്കരയ്ക്ക് മുറിച്ചു കടക്കുന്നത്. ബാക്കിയുള്ള രക്ഷാപ്രവർത്തകർ ഇവിടെ ഇക്കരയിൽ വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് മറ്റു ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് എത്തിയ സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർക്ക് പുഴയുടെ സ്വഭാവമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണയോ ഇല്ല. അതുകൊണ്ട് അവർ ഒരിക്കലും തന്നെ അപകടം വരുത്തുന്ന തരത്തിൽ അങ്ങോട്ട് പോകുന്നില്ല. പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവർ ഇക്കരയിൽ എത്തുന്ന മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്നതിനും ഒപ്പം തന്നെ ഇവിടെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സഹായങ്ങളാണ് ഇത്തരത്തിൽ ഈ പുഴ മുറിച്ചു കിടക്കാൻ കഴിയാത്തവർ ചെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും വളരെ വികാരഭരിതരായിട്ടല്ല, മറിച്ച് ലോജിക്കോടി കൂടി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് പ്രധാനമായും ഈ നമ്മൾ നിൽക്കുന്ന മുണ്ടേരിക്ക് പുറമെ ഈ ഭൂതാനം, എടവണ്ണ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വിപുലമായ തിരച്ചിൽ നടക്കുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ഭൂതാനം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അവിടെ കൂടി തിരച്ചിൽ ഊർജിതമാക്കുന്നത്.
സജീവമാക്കാൻ നിലവിൽ പോലീസും എല്ലാവരും തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ വാഴക്കാട്, എടവണ്ണ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും ഇന്നും പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടക്കും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുഴയിലുള്ള വെള്ളത്തിന്റെ തോത് കുറഞ്ഞ സാഹചര്യത്തിൽ മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ മണൽത്തിട്ടയിൽ മൃതദേഹങ്ങൾ പൊങ്ങി വരുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തകർ നമ്മളുമായി വ്യക്തമാക്കിയത്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള തിരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ചങ്ങാടം ഈ പുഴയുടെ നമ്മൾ നിൽക്കുന്ന കരയുടെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആദിവാസി കുടുംബങ്ങൾ നടത്തുന്നത്. അവിടുത്തെ യുവാക്കളാണത്. അതായത് ഇവിടെ പോലീസും സേനയും എല്ലാം തന്നെ പോലീസ് ഇവിടെ കാത്തിരിക്കുകയാണ്. ചങ്ങാടം കൊണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ചങ്ങാടം വഴി പോലീസിന് മറുകരയിലേക്ക് എത്താനാണ് നിലവിൽ ചങ്ങാടത്തിനെ ഇവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബോട്ട് ഉപയോഗിച്ച് നിലവിൽ മമ്പാട് ഓടായിക്കൽ ഭാഗത്ത് വിപുലമായ തിരച്ചിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം മമ്പാട് ഓടായിക്കൽ പാലത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിലനിൽക്കുന്നുണ്ട്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്ക് നിരവധി മരങ്ങളും കല്ലുകളും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ മൃതദേഹങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇവിടങ്ങളിൽ മരങ്ങളെല്ലാം തന്നെ നിലവിൽ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഈ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റിടങ്ങളിലും സമാനമായ തിരച്ചിലാണ് നടക്കുന്നത്. അതുകൊണ്ട് വെള്ളം കൂടുതൽ ഒതുങ്ങി അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ അത് കൂടുതൽ സഹായകമാകുന്നുണ്ട്. പുഴയുടെ നിലവിൽ മഴയും ഇവിടെ ശക്തമല്ല, മഴയും തീരെയില്ല. നിലവിൽ മാനം തെളിഞ്ഞിരിക്കുന്നു. വരും മണിക്കൂറുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യം രക്ഷാപ്രവർത്തകർക്ക് എല്ലാ തരത്തിലുമുള്ള അനുകൂലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വീണ്ടും കാണാം. നിരവധി രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് എത്തിച്ചതിന് ശേഷം ഇവിടുത്തെ കൃത്യമായ ധാരണയുള്ള രക്ഷാപ്രവർത്തകർ തിരിച്ചു വരികയാണ്. അവർ ഇവിടുത്തെ കൂടുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ വളരെ ബുദ്ധിമുട്ടി ആ പുഴ ഇപ്പോൾ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി അവർ ഈ കരയിലെത്തി കൂടുതൽ സന്നദ്ധ പ്രവർത്തകരുമായി അവർ വീണ്ടും അവരെ ചേർത്ത് പിടിച്ച്, അവരെ കോർത്ത് പിടിച്ച് അവർ വീണ്ടും മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന 3 പേർ രാവിലെ നമ്മളുമായി സംസാരിച്ച ഒരാളാണ്. അദ്ദേഹം ഈ നാട്ടുകാരനാണ്. ഈ പുഴയിൽ കൃത്യമായി എല്ലാ വർഷവും ഈ പുഴയിൽ വെള്ളം പൊങ്ങും. അപ്പോഴൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നയാളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വേഗത്തിൽ, ഇത്ര എളുപ്പത്തിൽ, നമുക്ക് കാണുമ്പോൾ ഇത്ര എളുപ്പത്തിലൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൂടുതൽ രക്ഷാപ്രവർത്തകരുമായി അത്രത്തോളം പുതിയ ഒഴുക്ക് ഉള്ള പുഴയാണ്. ആ പുഴയിൽ കൂടി ആ പ്രദേശത്ത് സമീർ പറഞ്ഞ പോലെ ആ പ്രദേശത്തുകാരായതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ കടക്കാൻ കഴിയുന്നത്. അത്രയും വലിയ ഒഴുക്കിൽ ഉയർത്തി ചവിട്ടുന്നത് ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ് ആ പുഴ കാലത്രയും ഉയർത്തി ചവിട്ടുന്നത് എന്നുള്ള കാര്യം. അത്രത്തോളം വലിയ ഒഴുക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ കാല് ചവിട്ടേണ്ടി വരുന്നത്. ആ പുഴ നീന്തി കിടക്കുകയാണ്. അങ്ങറ്റത്ത് പോകുന്ന ഡിവൈഎഫ് യൂത്ത് ബ്രിഗേഡിലെ അംഗത്തിന് ഒരു 6 അടിയെങ്കിലും പൊക്കമുണ്ട്. അദ്ദേഹത്തിന് നെഞ്ചോളം വെള്ളം അവിടെ ഉണ്ടെങ്കിൽ അത്രത്തോളം വലിയ ഒഴുക്ക്, അതിഭീകരമായ ഒഴുക്ക് ഉള്ള പുഴയാണ് ചാലിയാർ. ആ പുഴ നീന്തി ഇപ്പുറം എത്തുകയാണ്. ഇപ്പുറം എത്തുന്ന ലക്ഷ്യം വനമേഖലയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. ഈ വനമേഖലയിൽ കൂടുതൽ ആൾ കുടുങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വെള്ളം വല്ലാതെ കയറിയതാണ്. അത് വനത്തിലേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും മൃതദേഹങ്ങളുണ്ടോ, ഇനി ജീവനോടെ പോലും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധന അവിടെ നടക്കുകയാണ്. അതിനുവേണ്ടി ഡ്രോൺ പരിശോധന നടക്കുന്നു. ഇന്നലെ ഹെലികോപ്റ്റർ വഴി ആ മേഖലയിൽ നടത്തിയ വ്യോമ നിരീക്ഷണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വ്യോമ നിരീക്ഷണത്തിന് ഒക്കെ ഭാഗമായി ഇപ്പോൾ ചാലിയാർ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി ഊർജിതാന്വേഷണം നടക്കുകയാണ്. അവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട്. അവിടെ നേരത്തെ കുറേയധികം ദൂരെയാണെങ്കിൽ കൂടി അവിടെ നേരത്തെ ഒരു മൃതദേഹം കണ്ടെത്തിയതാണ് അവിടെ. അപ്പോൾ അവിടെ ഈ തടിയൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അത് മാറ്റിയുള്ള പരിശോധന കൂടി നടക്കുന്നത്.